പശ്ചിമേഷ്യയിലെ ആഗോള സംഘർഷങ്ങൾ ഒരൊത്തുതീർപ്പുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും? 6 തരത്തിലുള്ള സാധ്യതകളാണ് ഈ യുദ്ധത്തിന്റെ അവസാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ 6 സാഹചര്യങ്ങളിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. സംഘർഷം തുടങ്ങി വെറും 1 മാസത്തിനുള്ളിൽ തന്നെ BSE സെൻസെക്സ് 11% ഇടിഞ്ഞു. ഇത് നിക്ഷേപകരുടെ കയ്യിൽ നിന്നും 50 ലക്ഷം കോടി രൂപയാണ് തുടച്ചു നീക്കിയത്. തീർച്ചയായിട്ടും സാധാരണ ഒരു മാർക്കറ്റ് കറക്ഷൻ അല്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളെ ബാധിക്കുന്ന ഒരു ട്രിപ്പിൾ ഷോക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അനിശ്ചിതാവസ്ഥ ഏത് രീതിയിലാണ് അവസാനിക്കുക, അല്ലെങ്കിൽ ഇതൊരു അവസരമാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ പ്രതിസന്ധിയിൽ ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു റോഡ് മാപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വീഡിയോയിൽ ഈ യുദ്ധം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള 6 സാഹചര്യങ്ങളെ കുറിച്ചും നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ സംരക്ഷിക്കാനും ഒരുപക്ഷെ വളർത്താനും നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായ സാമ്പത്തിക നീക്കങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കും. ഇത് പാനിക് ആകാനുള്ള സമയമല്ല, കൃത്യമായ പ്ലാനോടെ മുന്നോട്ട് പോകാനുള്ള സമയമാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ആ ഒരു ട്രിപ്പിൾ ഷോക്ക്? ഇന്ത്യൻ മാർക്കറ്റിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഈ ഒരു ട്രിപ്പിൾ ഷോക്കിൽ അടുത്തത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ 3 വലിയ ശക്തികളെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശദമായിട്ട് പരിശോധിച്ചാൽ ഫെബ്രുവരി 28 വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇതെല്ലാം തുടങ്ങിയത്. ആ ഒരു പ്രദേശം തന്നെ ആകെ താറുമാറായി. ഇത് തന്നെ ആദ്യത്തെ ആ ഒരു ഷോക്കിന് കാരണമായി. രണ്ടാമത് എണ്ണവിലയുടെ ആ ഒരു കുതിപ്പാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ലോക വ്യാപാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വഴി തന്നെ അടയ്ക്കുകയായിരുന്നു. അവിടെ ലോകത്തിലെ 20% ഓയിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഇത് അടച്ചതോടെ എനർജി മാർക്കറ്റുകൾ ആകെ ഇളകി മറിഞ്ഞു. ഗ്ലോബൽ ബെഞ്ച് മാർക്കായിട്ടുള്ള ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില മാർച്ചിൽ ബാരലിന് $120 വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 85% ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇത് പെട്ടെന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആഘാതം തന്നെയാണ്. ഓയിൽ വിലയിൽ $10 വർധന ഉണ്ടായാൽ പോലും അത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂട്ടാനും GDP വളർച്ചയെ പുറകോട്ട് വലിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നമ്പർ മാത്രമല്ല, നിങ്ങളുടെ ഫ്യൂവൽ ബില്ലുകൾ മുതൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ചെലവ് വരെ കൂട്ടുന്ന ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു പണപ്പെരുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു രണ്ടാമത്തെ ഷോക്കിലേക്ക് എത്തിക്കുന്നത്. ഇനി വിദേശ നിക്ഷേപകരുടെ വിൽപ്പന. യുദ്ധഭീതി കൂടിയതോടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അഥവാ FIIs മാർക്കറ്റിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തു പോകാൻ തുടങ്ങി. മാർച്ചിൽ ഏകദേശം $12.3 ബില്യൺ തുല്യമായിട്ടുള്ള 1.14 ലക്ഷം കോടി രൂപയിലധികം ഇന്ത്യൻ സ്റ്റോക്കുകളിൽ നിന്ന് അവർ പിൻവലിച്ചു. മാർക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ മാസത്തെ സെൽ ഓഫ് ആണ് ഇത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഈ ഒരു സംഘർഷം തുടങ്ങിയതിനു ശേഷം എല്ലാ ട്രേഡിംഗ് ദിവസങ്ങളിലും FIIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ഒരു വലിയ തോതിലുള്ള ആ ഒരു ഒഴുക്ക് നമ്മളുടെ മാർക്കറ്റിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ വാങ്ങലുകളെ മറികടന്ന് ഇടിവുകൾക്ക് കാരണമാകുകയും ചെയ്തു. അപ്പൊ ഇത് നേരിട്ട് ആ ഒരു മൂന്നാമത്തെ ഷോക്കിലേക്ക് നയിക്കുന്നു. തീർച്ചയായിട്ടും അത് മറ്റൊന്നുമല്ല, രൂപയുടെ മൂല്യ തകർച്ച. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കറൻസിയുടെ മൂല്യത്തെ കുത്തനെ ഇടിക്കുകയാണ് ഉണ്ടാവുന്നത്. FIIs രൂപ വിറ്റ് ഡോളർ വാങ്ങുന്നത് കൊണ്ട് ഓയിൽ ഇറക്കുമതിയുടെ ചെലവ് കൂടിയതുകൊണ്ടും US ഡോളറിന്റെ ഡിമാൻഡ് വല്ലാതെ കൂടുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയുണ്ടായി. മാർച്ചിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 രൂപ കടക്കുകയുണ്ടായി. ഇത് മുമ്പൊരിക്കലും കാണാത്ത ഒരു ലെവലാണ്. രൂപയുടെ മൂല്യം കുറയുന്നത് നമ്മുടെ ഇറക്കുമതി, പ്രത്യേകിച്ച് ഓയിൽ ഇറക്കുമതി കൂടുതൽ ചെലവേറിയതാകുകയും പണപ്പെരുപ്പത്തിന്റെയും സാമ്പത്തിക സമ്മർദ്ദത്തിന്റെയും ഒരു വിഷ്യസ് സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ റിട്ടേണിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ വിട്ടുമാറാനുള്ള ഒരു കാരണമായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കാരണങ്ങളും കൂട്ടി വായിച്ചാൽ കുതിച്ചുയർന്ന എണ്ണവില, റെക്കോർഡ് FII സെല്ലിംഗ്, എക്കാലത്തെയും താഴ്ന്ന നിലയിലുള്ള രൂപ, ഈ ഒരു ട്രിപ്പിൾ ഷോക്ക് ഇന്ന് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ പണത്തെ എങ്ങനെ ബാധിക്കും? ഇവിടെയാണ് നിങ്ങൾ വാർത്തകൾ കേട്ട് പ്രതികരിക്കുന്നത് നിർത്തി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ഒരു യുദ്ധത്തിൽ സാഹചര്യം ഒരു നിമിഷം കൊണ്ട് മാറാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയും അതുപോലെ പ്ലാൻഡ് ആയിരിക്കണം. ഈ ഒരു സംഘർഷത്തിന്റെ 6 പ്രധാന സാഹചര്യങ്ങളെ കുറിച്ചും ഓരോന്നിനും പരിഗണിക്കേണ്ട ഫിനാൻഷ്യൽ നീക്കങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം ഏത് രീതിയിലാണ് എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു 6 സാധ്യതകളിലൂടെ നമുക്ക് പോകാം. ഒന്നാമത്തെ സാഹചര്യം പെട്ടെന്നുള്ള ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒത്തുതീർപ്പ്. ആദ്യം ഏറ്റവും നല്ല സാഹചര്യം, അതായത് ഡിപ്ലോമാറ്റിക് ചർച്ചകൾ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുക. തീർച്ചയായിട്ടും നല്ലൊരു ഉടമ്പടിയിലേക്ക് എത്തുന്നു, സൈന്യങ്ങൾ പിൻവാങ്ങുന്നു, ഏറ്റവും പ്രധാനമായിട്ട് ഹോർമൂസ് കടലിലേക്ക് വീണ്ടും തുറക്കുന്നു. ഈ സാഹചര്യത്തിൽ എണ്ണവില കുത്തനെ ഇടിയുകയും ഒരുപക്ഷെ ബാരലിന് $100 താഴേക്ക് വരാനും സാധ്യതയുണ്ട്. മാർക്കറ്റിൽ വലിയൊരു റിസ്ക് ഓൺ റാലിക്ക് കാരണമായേക്കും. സമാധാന ചർച്ചകളുടെ റിപ്പോർട്ടുകൾ വരുമ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഉയരുന്നത് അതിന്റെ ചെറിയ സൂചനകളായിട്ട് നമുക്ക് ഇതിനകം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ നീക്കം എങ്ങനെയായിരിക്കണം എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ വേഗത്തിൽ തീരുമാനമെടുക്കണം. ഗോൾഡ് പോലെയുള്ള സേഫ് ഹവൻ അസറ്റുകളിൽ നിന്ന് മാറി കയ്യിലുള്ള അധിക പണം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതായിരിക്കും സ്ട്രാറ്റജി. പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ സെക്ടറുകളുടെ മികച്ച സ്റ്റോക്കുകൾ വാങ്ങുന്നത് നമുക്ക് പരിഗണിക്കാം. ഉയർന്ന നിലവാരത്തിലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ, ഓട്ടോ സ്റ്റോക്കുകൾ, കൺസ്യൂമർ കമ്പനികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പണപ്പെരുപ്പം കുറയുന്നതും സാമ്പത്തിക ആത്മവിശ്വാസം തിരികെ വരുന്നതും തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഗുണം ചെയ്തേക്കാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി വലിയൊരു റാലി നടത്തിയേക്കാമെന്ന് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അത്തരമൊരു റാലി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇനി രണ്ടാമത്തെ സിനാരിയോ പ്രൊലോങ്ഡ് സ്റ്റാൾമെന്റ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഏറെ കാലമായിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം തന്നെയാണ്. സംഘർഷം കൂടുതൽ വഷളാകുന്നില്ല, എന്നാൽ അവസാനിക്കുന്നില്ല. ചെറിയ ഏറ്റുമുട്ടലുകളും പരാജയപ്പെടുന്ന സമാധാന ചർച്ചകളുമായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഹോർമൂസ് കടലിടുക്ക് ഒരു പിരിമുറുക്കമുള്ള മേഖലയായിട്ട് ഇങ്ങനെ തുടരുകയും ചെയ്യും. എണ്ണവില ബാരലിന് 100-നും 115-നും ഇടയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രൂപ വീണ്ടും വീണ്ടും ദുർബലമായിക്കൊണ്ടിരിക്കും. FIAs തിരികെ വരാൻ മടിക്കും. മാർക്കറ്റ് പക്ഷേ ഈ ഒരു ഫ്ലക്ച്വേഷൻ തന്നെ തുടരാനും സാധ്യതയുണ്ട്. ഓരോ വാർത്തയും മാർക്കറ്റിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ നീക്കം എങ്ങനെയായിരിക്കണം? ഇതൊരു സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ് ആയിട്ട് മാറുന്നു. വെറുതെ ഇൻഡെക്സ് മുഴുവനായിട്ട് വാങ്ങുന്നത് റിസ്ക് ആണ്. ഇവിടെ ഒരു പ്രധാനം ഡിഫൻസീവ് സമീപനമാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള സെക്ടറുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉയർന്ന വില കാരണം എനർജി പ്രൊഡ്യൂസർമാർക്ക് നേട്ടമുണ്ടായേക്കാം. സർക്കാർ അടിയന്തരമായിട്ട് ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് ഡിഫൻസ് സ്റ്റോക്കുകളും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഡോളറിൽ വരുമാനം നേടുന്ന IT, ഫാർമ സ്റ്റോക്കുകൾ ദുർബലമായിട്ടുള്ള രൂപയ്ക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഹെഡ്ജ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റെബിലൈസർ ആയിട്ട് തുടരണം. കൂടാതെ 5 മുതൽ 10% ക്യാഷ് കയ്യിൽ വെക്കുന്നത് മാർക്കറ്റ് ഇടിയുമ്പോൾ വാങ്ങാനുള്ള അവസരം നൽകുകയും ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ആ ഒരു മൂന്നാമത്തെ ആ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ഫ്രോസൺ കോൺഫ്ലിക്ട്, ഒരു മരവിച്ച ആ ഒരു സംഘർഷാവസ്ഥ നമുക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇതിനെ ഒരു ദീർഘകാലത്തേക്കുള്ള തീവ്രത കുറഞ്ഞ വളരെ ഒരു സ്തംഭനാവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാം. സജീവമായിട്ടുള്ള പോരാട്ടം ഏറെക്കുറെ നിലയ്ക്കുകയും ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിയൊന്നും ഉണ്ടാവാതിരിക്കുകയും സംഘർഷങ്ങൾ അങ്ങനെ നിലനിൽക്കുകയും ഉപരോധങ്ങൾ തുടരുകയും പ്രധാന വ്യാപാര പാതകൾ പൂർണ്ണമായിട്ടും അടച്ചില്ലെങ്കിലും ഉയർന്ന ഇൻഷുറൻസ് ചെലവും രാഷ്ട്രീയപരമായിട്ടുള്ള റിസ്കുകളും ഒക്കെ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു സംഘർഷം ലോകത്തിന്റെ സ്ഥിരം ഭാഗമായിട്ട് മാറുന്നു. ഇതിന്റെ സാമ്പത്തിക ആഘാതം പതുക്കെയായിരിക്കും. എണ്ണവില $120 പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകില്ല. പക്ഷേ യുദ്ധത്തിന് മുമ്പത്തെ വിലയിലേക്ക് തിരിച്ചു വരികയില്ല. ഏകദേശം $90-100 എന്ന പുതിയ ഉയർന്ന നിലയിൽ അതിങ്ങനെ തുടരാനും സാധ്യതയുണ്ട്. പണപ്പെരുപ്പം കുറയാതെ നിൽക്കുകയും സാമ്പത്തിക വളർച്ചയെ തീർച്ചയായിട്ടും പുറകോട്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ നീക്കം, നിങ്ങളുടെ സ്ട്രാറ്റജി ദീർഘകാല ക്വാളിറ്റിയിലേക്കും ഡിഫൻസീവ് സ്റ്റോക്കുകളിലേക്കും മാറണം. ശക്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റുള്ള, വില വർദ്ധിക്കാൻ കഴിവുള്ള, നല്ല ആഭ്യന്തര ഡിമാൻഡുള്ള കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് മുൻനിര പ്രൈവറ്റ് ബാങ്കുകൾ, വിലവർദ്ധനവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കഴിവുള്ള തെരഞ്ഞെടുത്ത കൺസ്യൂമർ ഗുഡ് കമ്പനികൾ, ഹെൽത്ത് കെയർ, ഇവയൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സ്ഥിരമായിട്ടുള്ള വരുമാനത്തിനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ നിങ്ങളുടെ നിക്ഷേപം കൂട്ടുന്നത് പരിഗണിക്കാം. IT, ഫാർമ മേഖലയിലെ നിങ്ങളുടെ ഹോൾഡിംഗ്സ് പ്രധാനമായിട്ടും തുടരണം. ദുർബലമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള സ്പെക്കുലേറ്റീവ് ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകൾക്ക് ഇവിടെ വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ആ ഒരു നാലാമത്തെ ഒരു സിനാരിയിലേക്ക് കടക്കാം. ഡേഞ്ചറസ് റീജിയണൽ എസ്കലേഷൻ. വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രാദേശിക വ്യാപനമാണ് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യമാണ് വിദഗ്ധരെല്ലാവരും വളരെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം. സംഘർഷം പടരുന്നു. മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇതിൽ പങ്കാളികളാവുകയും ആ മേഖലയിൽ ഉടനീളമുള്ള എനർജി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് കൂടുകയും അയൽ രാജ്യങ്ങളിലെ എനർജി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇതിനകം തന്നെ നമ്മൾ ഏതാണ്ട് കണ്ടതാണ്. ഈ സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ വരാനുള്ള സാധ്യതകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആഘാതം ഉടനടിയുള്ളതും വളരെ വലുതുമായിരിക്കും. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടയ്ക്കപ്പെടും. മറ്റ് സപ്ലൈ റൂട്ടുകളും അപകടത്തിലാവും. ബ്ലെൻഡ് ക്രൂഡ് ഓയിൽ വില $120 കടന്ന് ചില അനലിസ്റ്റുകൾ പറയുന്നത് പോലെ $200 എത്താൻ സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 95-ന് മുകളിലേക്ക് ഇടിഞ്ഞ് വലിയൊരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. FIA ഔട്ട്ഫ്ലോ വലിയ രീതിയിൽ ഒരു വലിയ പ്രളയമായിട്ട് തന്നെ മാറാനുള്ള സാഹചര്യമുണ്ട്. ഒരു വലിയ ബെയർ മാർക്കറ്റ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ നീക്കം പൂർണ്ണമായിട്ടും ക്യാപിറ്റൽ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ടുള്ള പണം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ സ്റ്റോക്ക് പൊസിഷനുകൾ ഗണ്യമായിട്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുക. പ്രത്യേകിച്ച് ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, ബാങ്കുകൾ പോലെയുള്ള സൈക്ലിക്കൽ സെക്ടറുകളിൽ നിന്ന് മാറി നിങ്ങൾ പൂർണ്ണമായിട്ടും ഗോൾഡ് പോലെയുള്ള സേഫ് ഹെവനിലേക്ക് മാറേണ്ടതുണ്ട്. ഇതിനർത്ഥം ഗോൾഡിലുള്ള നിങ്ങളുടെ ഹോൾഡിംഗ്സ് കൂട്ടുകയും ആദ്യമായിട്ട് $US കയ്യിൽ കരുതുകയും ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള നിക്ഷേപകർക്ക് പോർട്ട്ഫോളിയോയെ വലിയ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ നിഫ്റ്റി പുട്ട് ഓപ്ഷനുകൾ പോലെയുള്ള ഹെഡ്ജിംഗ് ടൂളുകൾ ഉപയോഗിക്കാനുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും കയ്യിൽ ക്യാഷ് ഉള്ളവരാണ് രാജാവ്. തീർച്ചയായിട്ടും ആ ഒരു കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇനി നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു സിനാരിയോയിലേക്ക് നമുക്ക് കടക്കാം. ദ അൺതിങ്കബിൾ, ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ ഇഷ്യൂസ്. വളരെ സാധ്യത കുറഞ്ഞതും എന്നാൽ ഏറ്റവും മോശപ്പെട്ടതുമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നത് ഒരു സാഹചര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു സമ്പൂർണ്ണ ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായേക്കും. മാർക്കറ്റുകൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ നീക്കം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ സാമ്പത്തിക ആസ്തികൾക്ക് ഒരു വിലയും ഇല്ലാതാക്കും. യഥാർത്ഥ മൂല്യം ഉണ്ടാവുക ഫിസിക്കൽ നോൺ ഡിജിറ്റൽ ആസ്തികൾക്ക് മാത്രമായിരിക്കും. ഇവിടുത്തെ സ്ട്രാറ്റജി അതിജീവനം മാത്രമാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള
ഒരു സിനാരിയോ ആണ് സാങ്ഷൻസ് ആൻഡ് ഷാഡോ വാർ, ഉപരോധങ്ങളും ഒരു നിഴൽ യുദ്ധവും. മരവിച്ച സംഘർഷത്തിന്റെ വളരെ കൂടുതൽ സങ്കീർണമായിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു രൂപമാണ്. സീസ് ഫയർ പ്രഖ്യാപിക്കുന്നു, പക്ഷേ തീവ്രമായിട്ടുള്ള ഒരു സാമ്പത്തിക യുദ്ധം തുടരുന്നു. ലോകം സാമ്പത്തിക ബ്ലോക്കുകളായിട്ട് വിഭജിക്കപ്പെടുകയും പ്രധാന രാജ്യങ്ങൾക്ക് മാത്രമല്ല അവരുമായിട്ട് വ്യാപാരം ചെയ്യുന്ന ആർക്കും കനത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സപ്ലൈ ചെയിനുകൾ നിർബന്ധമായിട്ട് മാറ്റപ്പെടും. വ്യാപാര തടസ്സങ്ങൾ കാരണം ആഗോള സാമ്പത്തിക മാന്ദ്യമായിരിക്കും ഇതിന്റെ ഫലം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനർജി സുരക്ഷിതമാക്കാനും വ്യാപാര ബന്ധങ്ങൾ നിലനിർത്താനും ശ്രമിക്കുന്നതിനിടയിൽ ഉപരോധങ്ങളുടെ ഒരു വലയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. പണപ്പെരുപ്പം ഉയരാനും വളർച്ച കുറയാനും സ്റ്റാഗ്ഫ്ലേഷൻ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ നീക്കം എങ്ങനെയായിരിക്കണം എന്ന് നോക്കിയാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഈ ഒരു പുതിയ ലോകക്രമവുമായിട്ട് പൊരുത്തപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ സ്വയം പര്യാപ്തത, ആഭ്യന്തര ശക്തി തുടങ്ങിയ തീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഡിഫൻസ്, മാനുഫാക്ചറിംഗ്, റിന്യൂവബിൾ എനർജി, അഗ്രികൾച്ചറൽ ടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ കമ്പനികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഏത് കമ്പനിയും ഒരു സ്ട്രാറ്റജിക് ബൈ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ലോകം ഡീഗ്ലോബലൈസ്ഡ് ചെയ്യപ്പെടുമ്പോൾ IT സർവീസ് കമ്പനികൾക്ക് തിരിച്ചടി നേരിടാം. ഉപരോധമുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളെ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കും. വളരെ ഡീപ്പായിട്ടുള്ള ഫണ്ടമെന്റൽ റിസർച്ചിന് എന്നത്തെക്കാളും പ്രാധാന്യം വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ഒരു സിനാരിയോ. അപ്പോ ഈ ഒരു 6 സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. യുദ്ധത്തിൽ ഇടിയുന്ന മാർക്കറ്റുകൾ, പ്രതിസന്ധിയിലാവുന്ന കറൻസി എല്ലാം ഓരോ നിക്ഷേപകനെയും പരീക്ഷിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. എന്നാൽ പാനിക് ആവുന്നത് പരാജയത്തിലേക്കുള്ള വഴി തന്നെയാണ്. ഒരു പ്ലാൻ കയ്യിലുണ്ടാവുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അതിജീവനത്തിനും കാലക്രമേണ വിജയത്തിനുമുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം യുദ്ധം കാരണം ഉണ്ടാകുന്ന മാർക്കറ്റ് വീഴ്ചകൾ പെട്ടെന്നായിരിക്കും, പക്ഷേ അവ പുതിയ അവസരങ്ങൾ കൂടി ഉണ്ടാക്കി തരാറുണ്ട്. ഈ 6 സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ ഇനി ഭയത്തിലല്ല പ്രതികരിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. ചിന്തയോടെ പ്രവർത്തിക്കുക. നിങ്ങൾ ഇതിനകം 90% മറ്റ് നിക്ഷേപകരെക്കാൾ മുന്നിലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. പ്രതിസന്ധിയുടെ നിമിഷങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ റീബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുക. പേടിച്ച് വിൽക്കാനുള്ള സമയമല്ല. നിങ്ങളുടെ അച്ചടക്കവും ദീർഘകാല കാഴ്ചപ്പാടുകളുമാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളെ ഏറ്റവും നല്ല ഇൻവെസ്റ്ററാക്കി മാറ്റുക. ഈ സാഹചര്യങ്ങളിൽ ഏതാണ് അടുത്ത 6 മാസത്തിൽ സംഭവിക്കാൻ ഏറ്റവും സാധ്യത എന്ന് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഈ ഒരു അനിശ്ചിത കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഒരു യുദ്ധ സാഹചര്യങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അനാലിസിസുകളും ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള അനാലിസിസുകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കാം. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.